അവന് വ്യക്തമായിട്ടറിയാം എന്റെ കൂട്ടുകാരുടെ അനുവാദത്തോടെ എനിക്ക് അപ്പന്റെ അടുക്കൽ പോകാൻ പറ്റത്തില്ല. He was very sure that he cannot go back to father with the consent of his അവിടുത്തെ friends. പൗരന്മാരുടെ അനുവാദത്തോടെ എനിക്ക് അപ്പന്റെ അടുക്കൽ പോകാൻ കഴിയത്തില്ല. He realized that he cannot go back to father's house with the consent of അവൻ the ആരോടും citizens of that ആലോചിച്ചില്ല. place. സുബോധം വന്ന സമയത്തിലേക്ക് അവൻ അപ്പന്റെ അടുക്കൽ അവൻ ഓടുകയായിരുന്നു. He didn't wait for any consent from anybody. He decided to run back to father's house. ഒരു മനുഷ്യൻ അപ്പനിൽ നിന്ന് അന്യപ്പെടുന്നത് ബോധം നഷ്ടപ്പെടുമ്പോഴാണ്. A person separate from his father when he lost his consciousness. അവൻ പുറമേ കാണുന്ന സമയത്തിൽ ആ വ്യക്തിക്ക് ബോധമുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും. When we look from outside, we feel that he have consciousness. Praise the Lord. ഷാലോം മന്നയിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം. Praise the Lord. Welcome to Shalom Manna. ഇന്ന് വീണ്ടും ദൈവവചനം പഠിക്കുവാൻ ദൈവം നമുക്ക് ഒരു ഭാഗ്യം കൂടെ തന്നിരിക്കുകയാണ്. God has given another opportunity to learn his word. തീർച്ചയായും വിശ്വാസത്തോടെ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അനുഗ്രഹം നൽകും എന്നുള്ളതിന് സംശയമില്ല. There is no doubt regarding that if we have faith on God that he will bless, then we will be getting a blessing. കാരണമുണ്ട്, നമ്മുടെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. Because there is a reason that our God is faithful in his promise. ഈ ലോകത്തിൽ നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളും നന്മകളും ഉണ്ടെന്ന് പറഞ്ഞാലും ആത്മാവിൽ സന്തോഷമില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവും കാണുന്നില്ല. Even if the world could give anything from the world and we are not good at our spiritual level, then there is no meaning with that. നമ്മുടെ ആത്മീക ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്. Our spiritual life is very important. ആകയാൽ ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം ഇപ്രകാരം പഠിപ്പിക്കുന്നു. Therefore let us go to the word of God. Luke chapter 15 verse 17. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അപ്പോൾ സുബോധം വന്നിട്ട് അവൻ എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞു. But when he came to himself, he said, how many hired servants of my fathers have bread enough and to space, and I perish here with hunger. അപ്പോൾ അവന് സുബോധം വന്നിട്ട്. At that time he got his consciousness. എപ്പോഴാണ് അവന് സുബോധം വന്നത്? പന്നി തിന്നുന്ന വാളവര കൊണ്ട് വിശപ്പ് അടക്കുവാൻ ശ്രമിച്ചിട്ടും കഴിയാതെ വന്ന ഒരു സിറ്റുവേഷനിൽ അവന് സുബോധം വന്നു. When did he got his consciousness? When he was unable to have food and he was in such a stage that he should only depend on the food that was given to pigs. എപ്പോഴും ഒരു വ്യക്തിക്ക് സുബോധം വരുന്നത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ കടന്നു വരുമ്പോഴാണ്. Most of the time a person get his consciousness in such situations. അപ്പന്റെ ഇഷ്ടപുത്രനായി ജീവിച്ചപ്പോൾ അവന് സുബോധമില്ലായിരുന്നു. When he was living as a beloved son of his father, he was not having his consciousness. അപ്പന്റെ ഇഷ്ടമകനായി അവൻ ഭവനത്തിൽ ഒന്നിനും കുറവില്ലാതെ വന്നപ്പോഴത്തേക്ക് അവന് അപ്പന്റെ വില മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. When he was in the father's house and there was no means of needs in his house, he was unconscious. അവൻ അപ്പന്റെ കൂടെ നിന്നപ്പോൾ ദൂരത്ത് എന്തൊക്കെയോ നല്ലതുണ്ടെന്ന് അവന് തോന്നിപ്പോയി. When he was with the father, he felt that something greater is far away from the home. പലപ്പോഴും ഇതിനെയാണ് അക്കരെ പച്ച എന്ന് നമ്മൾ പറയാറുള്ളത്. Most of the time we common people call it as the greenery across the river. ആകയാൽ അപ്പന്റെ കൂടെ നിന്നിട്ട് അവൻ വിദൂരത്തിൽ എല്ലാം നല്ലതുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ ദൂരത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. Therefore he felt that there is something greater far away from the home and he decided to depart his father. അപ്പന്റെ സ്നേഹം വേണ്ടാന്ന് അവൻ വെച്ചു. He decided to leave the love of his father. അപ്പന്റെ വിഭവസമൃദ്ധമായ ഭക്ഷണം വേണ്ടാന്ന് അവൻ വെച്ചു. He decided to leave the tasty food offered by his അപ്പൻ father. അവന്റെ വീട്ടിലും നാട്ടിലും കൊടുത്ത അധികാരം അവന് വേണ്ടാന്ന് വെച്ചു. He decided to leave away every authorities that were given to him. കുടുംബത്തിന്റെ സംരക്ഷണം അവന് വേണ്ടാന്ന് വെച്ചു. He have decided not to have the protection from the home. എല്ലാം ഉപേക്ഷിച്ചിട്ട് വിദൂരത്തിലാണ് സമൃദ്ധി ഉണ്ടെന്ന് പറഞ്ഞ് വിദൂരത്തിലേക്ക് അവൻ പോവുകയായിരുന്നു. He have made such an understanding that something greater is far away from his home and he decided to go there. പക്ഷേ അവിടെ പോയ സമയത്താണ് അവന് ബോധ്യപ്പെട്ടത്, എൻ്റെ ജീവിതത്തിന്റെ എല്ലാ നന്മകളും എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന്. But he was able to understand that he has lost everything when he reached far away from the അതിന് home. ബൈബിൾ പറയുന്ന പേരാണ് അപ്പോൾ അവന് സുബോധം വന്നു. And Bible calls this as at that time he got the consciousness. ചിലർക്ക് സുബോധം വരാൻ അവന്റെ ജീവിതത്തിൽ ഒരുപാട് തകർച്ചയിലേക്ക് എത്തേണ്ടതായിട്ട് വരുന്നു. Some people, to get consciousness in life, they have to go through a lot of
destruction in the life. കയ്യിലുണ്ടായിരിക്കുന്ന സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടാലേ ചിലർക്ക് സുബോധം വരത്തുള്ളൂ. Some people has to experience some loss, whatever they have in their hand, to have consciousness. ചില വ്യക്തികൾക്ക് എല്ലാ സുഹൃത്തുക്കളാലും വഞ്ചിതരായി തീർന്നാലേ അവർക്ക് സുബോധം വരത്തുള്ളൂ. Some people only get the consciousness when every friends leave him alone. അങ്ങനൊരു സമയം ഇവന് എത്തുവാൻ അവൻ കാത്തിരിക്കേണ്ടി വന്നു. And he had to wait for such a situation. എല്ലാം തകർന്നപ്പോൾ, when everything in his life was destroyed, ഒടുവിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ പന്നി കഴിക്കുന്ന വാളവരെ പോലും അവന് കിട്ടാത്ത സ്ഥിതി വന്നപ്പോൾ, when he was in such a situation that he was not able to feed himself with good food and he had to depend upon the food that was given to pig, അപ്പോൾ അവന് സുബോധം വന്നു. at that time he got അവൻ consciousness പിതാവിന്റെ അടുക്കൽ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. and he has decided to go back to his father's home. നിങ്ങൾ ഒരുപക്ഷെ സുബോധം ഇല്ലാത്തവരായിട്ടാണോ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നത്? Are you listening to us in such a situation that you are in a unconscious stage? ദൈവ സ്നേഹത്തിൽ നിന്നപ്പോൾ നിനക്ക് വിദൂരത്തിൽ പോകാൻ താല്പര്യം കടന്നു വന്നിരിക്കുകയാണോ? When you are under the love of God and you are feeling that you have to go far away from him, ദൈവ സ്നേഹത്തിൽ നിന്ന് അകന്നകന്നകന്ന് പോകാൻ ആണോ നീ ആഗ്രഹിക്കുന്നത്? are you desiring to go far and far away from the love of God? ദൈവ സ്നേഹത്തിൽ നിൽക്കുമ്പോൾ പലപ്പോഴും ആ സംരക്ഷണം നമുക്ക് മനസ്സിലാക്കുവാൻ ചിലപ്പോൾ കഴിഞ്ഞുവെന്ന് വരത്തില്ല. When we are under the love of God, most of the time we will not be able to understand the quality of that. കുറേ ദൂരത്ത് പോകുമ്പോഴാണ് ആ ദൈവ സ്നേഹത്തിന്റെ വില നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. We understand the value of the love of God when we travel a lot of distance far away from the love of God. ഈ സഹോദരനും ഇത് തന്നെയാണ് സംഭവിച്ചത്. This person also experienced such a situation. അവൻ അപ്പന്റെ കൂടെ നിന്നപ്പോൾ മുട്ട് എന്തെന്ന് അവന് അറിഞ്ഞുകൂടായിരുന്നു. When he was with his father, he was not able to know what is need. അവന് ഭക്ഷണത്തിന് മുട്ടില്ലായിരുന്നു. He was not having any need of food. അവന് സാമ്പത്തികത്തിന് മുട്ടില്ലായിരുന്നു. He was not having any need upon the economic conditions. അവന് സ്നേഹത്തിനും മറ്റ് അതേ സഹകരണത്തിനും മുട്ടില്ലായിരുന്നു. And he was not experiencing any need factor in the case of love. എപ്പോ അവൻ അപ്പനിൽ നിന്ന് വിദൂരത്തിൽ പോയോ അപ്പോൾ മുതൽ അവന് മുട്ടു വന്നു തുടങ്ങി. But he started to experience the need factor when he traveled far away from the father's house. നിങ്ങൾക്ക് മുട്ടുവരാനുള്ള കാരണം നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയത് കൊണ്ടാണോ? Are you experiencing need as you travel far away from the father's house? ശാന്തമായി ഒന്ന് ചിന്തിക്കണം. ദൈവസ്നേഹത്തിൽ നിന്ന് അന്യപ്പെട്ടതാണോ ഇപ്പോഴുള്ള ക്ഷാമത്തിന് കാരണം? Can you think quietly that is it because of your departure from the father's house? സ്വാഭാവികമായി അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദൈവത്തിൽ നിന്ന് നമ്മൾ അകലുമ്പോൾ പിശാചുക്കൾ നമ്മെ ഞെരുക്കാൻ തുടങ്ങും. Usually this situation takes place when you decide to travel far away from the God, then Satan will take over that place. ഈ സഹോദരന്റെ കൂട്ടുകാർ അവനെ ചതിക്കുകയായിരുന്നു. Actually, the friends of this person were cheating him. ഈ സഹോദരൻ അവന്റെ കയ്യിലുള്ള കാശ് മുഴുവനും നാനാവിധമാക്കി കളയുകയായിരുന്നു. This person was spending his money that he had for no reason. അപ്പന്റെ സംരക്ഷണത്തിലായിരുന്നപ്പോൾ അവൻ ആ പ്രൊട്ടക്ഷൻ മനസ്സിലാകാത്തതുകൊണ്ടാണ് അവന്റെ കയ്യിലുള്ള കാശ് മുഴുവനും നഷ്ടപ്പെട്ടു പോയത്. He lost all his money because he was not able to understand or make aware himself about this fact when he was in the father's house. സഹോദരങ്ങളെ, തീർച്ചയായും നിങ്ങൾ ദൈവസ്നേഹത്തിൽ നിന്ന് അന്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് സുബോധമുള്ളവരായി തീരണം. Dear brothers and sisters, if you are far away from the father's house or love of God, then you should realize it today. ദിവസം കഴിയുന്തോറും നിന്റെ മുട്ട് കൂടിക്കൊണ്ടിരിക്കും. As days pass by, your need will increase. ദിവസം കഴിയുന്തോറും നിന്റെ ക്ഷാമം കൂടിക്കൊണ്ടിരിക്കും. As the days pass by, your scarcity will increase. ഇവന് സുബോധം വന്നപ്പോൾ അവൻ അപ്പനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. When he got the consciousness, he started to think about his father. പിന്നെ അവൻ നേരം വൈകിയില്ല, വേഗത്തിൽ അപ്പന്റെ അടുക്കൽ പോകാൻ തീരുമാനിച്ചു. Then he didn't make any delay and he decided go back to father's house immediately. സമയം കഴിയുന്നതനുസരിച്ച് ക്ഷാമവും മുട്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയെന്ന് അവന് ബോധ്യപ്പെട്ടു. As the time was running, he understood that his scarcity and need was increasing. അതുകൊണ്ട് അവൻ വളരെ വേഗത്തിൽ അപ്പന്റെ അടുക്കൽ പോകാൻ തീരുമാനിച്ചു. Therefore, he decided to go back to father's
house അവൻ അപ്പന്റെ immediately. അടുക്കലേക്ക് ഓടുകയാണ്. And he is running back to father. അതിനു വേണ്ടി ഒരു സമയം അവൻ നോക്കി നിന്നില്ല. For that he didn't look the time. അതിനു വേണ്ടിയിട്ട് ആരുടെ അനുവാദം അവൻ നോക്കി നിന്നില്ല. For that he was not waiting for any consent. അവന് വ്യക്തമായിട്ടറിയാം എന്റെ കൂട്ടുകാരുടെ അനുവാദത്തോടെ എനിക്ക് അപ്പന്റെ അടുക്കൽ പോകാൻ പറ്റത്തില്ല. He was very sure that he cannot go back to father with the consent of his അവിടുത്തെ friends. പൗരന്മാരുടെ അനുവാദത്തോടെ എനിക്ക് അപ്പന്റെ അടുക്കൽ പോകാൻ കഴിയത്തില്ല. He realized that he cannot go back to father's house with the consent of അവൻ the ആരോടും citizens of that ആലോചിച്ചില്ല. place. സുബോധം വന്ന സമയത്തിലേക്ക് അവൻ അപ്പന്റെ അടുക്കൽ അവൻ ഓടുകയായിരുന്നു. He didn't wait for any consent from anybody. He decided to run back to father's house. ഒരു മനുഷ്യൻ അപ്പനിൽ നിന്ന് അന്യപ്പെടുന്നത് ബോധം നഷ്ടപ്പെടുമ്പോഴാണ്. A person separate from his father when he lost his consciousness. അവൻ പുറമേ കാണുന്ന സമയത്തിൽ ആ വ്യക്തിക്ക് ബോധമുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും. When we look from outside, we feel that he have consciousness. പക്ഷേ അവന് സുബോധമില്ലാണ്ടിരിക്കുകയാണ്. But actually, he is not having his എങ്ങനെ consciousness. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവൻ അപ്പനിൽ നിന്ന് അന്യപ്പെടുന്നുവെങ്കിൽ സുബോധമില്ലാണ്ടിരിക്കുകയാണ്? How can we understand that? If a person is far away from the father, then he is in an unconscious state. സുബോധമുള്ളവൻ ഒരിക്കലും ഈ അപ്പന്റെ അനുഗ്രഹത്തിൽ നിന്ന് തെറ്റിപ്പോകാൻ ശ്രമിക്കത്തില്ല. A conscious minded person will not decide or think of getting departed from his father. അത്ര വലിയ സംരക്ഷണമാണ് അപ്പനിൽ നിന്ന് ഒരു മനുഷ്യന് ലഭിക്കുന്നത്. That is how we can experience the love of God. സഹോദരങ്ങളെ, നിങ്ങളുടെ ക്ഷാമം മാറുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? Dear brothers and sisters, are you desiring to get rid of your scarcity in your life? സഹോദരങ്ങളെ, നിങ്ങളുടെ മുട്ട് മാറുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? Are you desiring to get rid of your needs? ഈ കൂട്ടുകാരുടെ ചതിക്കുഴിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? Are you desiring to get away from the cheating of your friends? നിന്റെ വിശപ്പിൽ നിന്ന് രക്ഷപ്പെടുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? Are you desiring to get away from the hunger? തിരികെ പിതാവിന്റെ അടുക്കലേക്ക് പോകാം. Go back to Father. ബൈബിൾ പഠിപ്പിക്കുന്നു, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. Bible says that I have sinned to the heaven and you. ഞാനിനി നിന്റെ മകൻ എന്ന പേരിന് യോഗ്യനല്ല. I am not worthy to be a son of you. ആകയാൽ അവൻ സ്വർഗത്തോട് മാത്രമല്ല സ്വന്തം പിതാവിനോടും പാപം ചെയ്തിരിക്കുകയാണ്. He was not only sinned to heavens, he was also sinned to his father. നമ്മൾ ഭൂമിയിലുള്ള മാതാപിതാക്കളോട് ചെയ്യുന്നതും ദൈവസന്നിധിയിൽ കുറവ് തന്നെയാണ്. Whatever things that we do to our parents in our earth is also a mistake to heavens. അതുകൊണ്ടാണ് സ്വർഗത്തോടും നിന്നോടും. That is why it's written that to the heavens and to you. ഇന്ന് ദൈവസന്നിധിയിൽ നമുക്കൊരു ഉറച്ച തീരുമാനമെടുക്കുവാൻ കഴിയണം. Today we should be able to take a decision. എവിടെയെങ്കിലും സുബോധം നഷ്ടപ്പെട്ടെങ്കിൽ അതിനെ തിരുത്തി ഒരു പുതിയ തീരുമാനം നിങ്ങൾ എടുക്കണം. If you have lost your consciousness anywhere, then you have to bring back your consciousness. അവൻ തിരികെ അപ്പന്റെ അടുക്കൽ കടന്നു ചെന്നപ്പോൾ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും തടിപ്പിച്ച കാളക്കുട്ടിയും സ്വർഗത്തിലെ കർത്താവ് അവന് അനുഗ്രഹിച്ചു കൊടുത്തു. When he went back to father's house, he was gifted with a ring, he was gifted with footwear, he was gifted with a new cloth. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഈ ചെരുപ്പ് വേണ്ടാന്ന് വെച്ച് ഉപേക്ഷിച്ചു പോയവനാണ് അവൻ. But he was a person who has left away all this gift in the past. കുറച്ചു ദിവസം മുമ്പ് ഈ റിങ് നശിപ്പിച്ചവനാണ് അവൻ. Some days before, he was a person who has left away all this gift. അവൻ ലഭിച്ച അങ്കി അവൻ വേണ്ടാന്ന് വെച്ച് ഉപേക്ഷിച്ചു പോയവനാണ്. And he was a person who has left away the dress that was offered to him. അവൻ ഉപേക്ഷിച്ചതും നശിപ്പിച്ചതും എല്ലാം ആ പിതാവ് തിരികെ കൊടുത്തു. But now that father is giving back everything that he has denied. അതാണ് പിതാവിന്റെ പ്രത്യേകത. That is the specialty of a father. അതാണ് ദൈവത്തിന്റെ പ്രത്യേകത. That is the specialty of നമ്മൾ God. നശിപ്പിച്ചു കളഞ്ഞതെല്ലാം തിരിച്ചു തരുന്നവനാണ് ദൈവം. God is a person who gives back everything that you have denied. നമ്മൾ വേണ്ടാന്ന് വെച്ച് വലിച്ചെറിഞ്ഞത് നല്ലതാണെങ്കിൽ ദൈവം നമുക്ക് തിരികെ തരുന്നവനാണ്. Whatever things that you have destroyed and denied, if that is a good thing, then he is able to give you back. ഇന്നൊരു തീരുമാനം ദൈവസന്നിധിയിൽ എടുക്കുക. Make a decision today. കർത്താവ് വലുത് ചെയ്യും. God will do something great. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാവോ? Let us pray together. സമർപ്പിക്കാവോ?
Can you dedicate ourselves? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. We would love to pray for you. നിങ്ങൾ മനസ്സുകൊണ്ട് അപ്പന്റെ അടുക്കലേക്ക് മടങ്ങി വരിക. Just come back to your father's house with whole body. നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾ അപ്പന്റെ അടുക്കൽ മടങ്ങി വരിക. Come back to father's house with your work. പ്രാർത്ഥിക്കാം. Let us pray. ഞങ്ങൾ അധികമായി സ്നേഹിക്കും പരിപാലിക്കും നല്ല ദൈവമേ, നല്ല സമയത്തിനായി സ്തോത്രം. എൻ്റെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഇപ്പോൾ അവർ മടങ്ങി വരട്ടെ. നഷ്ടപ്പെട്ടു പോയ നന്മകൾ അവകാശമാക്കണം. ദൈവം അവർക്കെല്ലാം മടക്കി കൊടുക്കണം. അവർ നശിപ്പിച്ചു കളഞ്ഞ അങ്കി തിരിച്ച് ദൈവം പുതിയത് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നശിപ്പിച്ചു കളഞ്ഞതായിട്ടുള്ള ചെരുപ്പ് പുതിയത് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ നശിപ്പിച്ചു കളഞ്ഞതായിട്ടുള്ള പൊന്മോതിരം ദൈവം തിരിച്ചു കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നഷ്ടപ്പെടുത്തിയ സകലവും അവർക്ക് മടക്കി കൊടുത്തവരെ ഉറപ്പിക്കണം. കഴിഞ്ഞ നാളുകളിലെ പദവി കൊടുത്ത്, കഴിഞ്ഞ നാളുകളിലെ സ്ഥാനം കൊടുത്ത്, മാനം കൊടുത്ത് അവരെ ഉറപ്പോടെ ധൈര്യത്തോടെ നിർത്തണം. അതിൻ്റെ നാമത്തിൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. Oh Lord, our Heavenly Father, we thank you for this very wonderful time that you have given to us for learning your scriptures. We could learn about a father who is willing to give ring, dress which were denied in the past, and he is able to give it back. Lord, we believe in this word and we are looking forward to getting something back which we have destroyed and which we have denied in our past, Lord. Lord, do something for us. Lord, we are praying also for those people who are listening to us through online. Lord, there be a blessing. Let there be an establishment of your bringing back power, Jesus. Lord, thank you for hearing our prayer in Jesus' name. Amen. 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 Amen.